അത് ഇപ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത് അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങളിൽ അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ, അതിന്റെ ആഘാതം കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞങ്ങളത് പരിശോധിക്കുകയാണ്. അതിന്റെ സാമ്പത്തികമായിട്ടുള്ള സാധാരണക്കാരന് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, പൊതുവെ കേരളത്തിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടുതലാണ്. തീർച്ചയായിട്ടും ഇന്ന് UDF യോഗമുണ്ട്. അതിന്റെ ഘടകകക്ഷികളുമായിട്ടുള്ള വിശദമായ ചർച്ച നടത്തും. ശ്രീ KC വേണുഗോപാൽ ഇവിടെ വരും. അതുപോലെ ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്, KPCC പ്രസിഡന്റ് ഉണ്ട്, AICCയുടെ നേതൃത്വമുണ്ട്. ഞങ്ങൾ എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ച് കോൺഗ്രസിന്റെ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അല്ലാതെ ഇന്നാണ് അത് ഫൈനലൈസ് ചെയ്യുള്ളൂ. പ്രവർത്തകർക്കും വലിയൊരു ആവേശം ഉണ്ടാവും. അപ്പോൾ സെൻട്രൽ സ്റ്റേഡിയം മതിയോ? നോക്കാം നമുക്ക്. അല്ല, ഞാനത് ഞങ്ങളെല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് പിന്നെ കാണില്ലേ, എന്താ കാണേ, അതേ എന്റെ ലീഡറല്ലേ, ഞാൻ കാണില്ലേ, ഉറപ്പായിട്ട് കാണും. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുമെന്ന് പറയുന്നു. അല്ല, ഉറപ്പായിട്ടല്ലേ, നല്ല ടീം ഉണ്ടാവും. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. That I will tell you that we are discussing the impact of the increase in the petroleum products. Price of the petroleum products are discussing, and we are assessing the impact on the public. Then we will check. Then we will take a decision on that. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.